കേരളത്തിൽ ഇന്ന് വിഷുവാണല്ലോ. എന്നാൽ യഥാർത്ഥ വിഷു ആഘോഷം നടക്കുന്നത് അങ്ങ് ഇസ്രായേലിലാണ്. നല്ല ഇറാന്റെ വക നല്ല ഒന്നാം തരം വിഷുക്കണി. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവ് മുഴുവൻ കത്തുകയാണ്. ഫലസ്തീനിലെ സഹോദരങ്ങൾ തെരുവിലേക്കിറങ്ങി അവർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ, സൈനിക മേധാവികളെ അടക്കം ജൂത സൈനിസ്റ്റുകൾ കൊന്നുകളഞ്ഞിരുന്നു. മാത്രമല്ല അവരുടെ എംബസിക്ക് മേലെയും ബോംബിട്ടു. കുറച്ച് നഷ്ടമുണ്ടായാലും ചില ചൊറിച്ചിലുകൾ അടിച്ചു തന്നെ തീർക്കേണ്ടി വരും. പശ്ചിമേഷ്യ കഴിഞ്ഞ 10-20 കൊല്ലമായി പുകഞ്ഞു നിൽക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രമാണ് കാരണം. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടികളാണ് ഇസ്രായേൽ ജൂത സൈനിസ്റ്റുകൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടി ഇരന്നു വാങ്ങുന്ന ഒരു കാഴ്ചയാണ് ജൂത സൈനിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയ്യേറ്റ രാജ്യമായ ഇസ്രായേൽ പിശാചിനെതിരെ ഇറാന്റെ അതിശക്തമായ പോരാട്ടം. 100 കണക്കിന് മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ നഗരങ്ങളിൽ പാഞ്ഞെത്തിയത്. ഇറാൻ നടത്തിയ സൈനിക നടപടിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഹമാസ്. സ്വാഭാവിക അവകാശമായും ഡമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിനെ ലക്ഷ്യമാക്കി നിരവധി പേരെ കൊലപ്പെടുത്തിയ കുറ്റകൃത്യത്തിന് അർഹമായ പ്രതികരണമായും അവർ കണക്കാക്കുന്നു. ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ അവകാശത്തിനും ജെറുസലേമിന് തലസ്ഥാനമാക്കി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും സൈനിസ്റ്റ് ആക്രമണങ്ങളെ നേരിടാനും അവർക്കെതിരെ പോരാടാനും പ്രദേശത്തെ ജനങ്ങളെയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളോടും ലോകത്തിലെ മുഴുവൻ സ്വതന്ത്രരായ ജനങ്ങളോടും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചത്. എന്നാൽ ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പുമുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സൗകര്യമൊരുക്കുന്ന കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളെയും തങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു ഇറാന്റെ മറുപടി. ഇസ്രായേലിന്റെ തെരുവോരങ്ങളിൽ ഇറാൻ സൈന്യം തൊടുത്തുവിട്ട 100 കണക്കിന് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നഗരങ്ങൾ കത്തിയമരുമ്പോൾ ജൂത സൈനിസ്റ്റുകൾ ഭയപ്പെട്ടുകൊണ്ട് നെട്ടോട്ടമോടുകയാണ്. ആ കാഴ്ച കണ്ട് ആഹ്ലാദ തിമിർപ്പിൽ മതിമറന്ന് ഫലസ്തീൻ ജനത ആഘോഷിക്കുകയാണ്. ഇറാന്റെ ഈ ആക്രമണത്തിൽ 100 കണക്കിന് ജൂത സൈനിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇറാൻ എംബസി ആക്രമിക്കാൻ ഉപയോഗിച്ച ഇസ്രായേൽ വിമാനത്താവളവും ഇറാൻ തകർത്തു എന്ന വാർത്തയും പത്രവാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു കപ്പലും ഇറാൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു. ഇത്തരത്തിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. ഇനി കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇതുവരെ ആക്രമണം ഹമാസും ഇസ്രായേലും തമ്മിലാണെങ്കിൽ ഇനിയുള്ള യുദ്ധമെന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലായിരിക്കും. ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കാതെ അവർക്കുള്ള അവകാശവും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിഞ്ചു കുട്ടികളെന്ന് പോലും നോക്കാതെ കൊന്നുതള്ളുന്ന ഇസ്രായേൽ ജൂത സൈനിസ്റ്റുകളുടെ അന്ത്യമടുത്തിരിക്കുകയാണ്. ഫലസ്തീൻ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ മരണപ്പെട്ടുപോയ ശുഹദാക്കളോടൊപ്പം അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.